അസ്സലാമു അലൈക്കും. ആദരണീയരായ ഗുരുനാഥന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുണ്യങ്ങളുടെ പൂനിലാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എക്കാലത്തെയും പ്രതീക്ഷയാണ്. അവിടുത്തെ ദേഹവും ദർശനവും സ്പർശനവും എല്ലാം അനുഗ്രഹീതമാണ്. സ്നേഹം ചോർന്നു പോകുന്ന ഇക്കാലത്ത് മുത്തുനബിയിലേക്ക് തിരികെ നടക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരോട് മുഴുവൻ കരുണ കാണിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്നാലേ ആകാശത്തിൻ്റെ അധിപൻ നിങ്ങളോട് കരുണയും സ്നേഹവും പുലർത്തൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചത്. കുഞ്ഞുങ്ങളെ മുത്തം നൽകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിൻ്റെ ബാലപാഠം നമുക്ക് പഠിപ്പിച്ചു തന്നു. പെൺകുട്ടികളോട് നീതി പുലർത്താൻ കൽപ്പിച്ചു. മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടാൻ ആജ്ഞാപിച്ചു. വയ്യാത്രക്കാരനെയും ദുർബലനെയും അനാഥരെയും ചേർത്തു നിർത്തി. സർവരും ആ തിരുസവിധത്തിൽ പ്രതീക്ഷ അർപ്പിച്ചു. ചെടികളും മരങ്ങളും പറവകളും മൃഗങ്ങളും ഉൾപ്പെടെ എല്ലാം ആ തിരുസവിധത്തിൽ പരിഗണിക്കപ്പെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും സ്നേഹം പുലർത്തി. മനുഷ്യരോടൊന്നല്ല, പക്ഷികളോടും മൃഗങ്ങളോടും സകല ജന്തുജാലങ്ങളോടും പ്രകൃതിയോടും. അനാവശ്യമായ പ്രകൃതിയെ നശിപ്പിക്കരുത്, മരങ്ങൾ മുറിച്ചു മാറ്റരുത്, ചെറിയ ജന്തുക്കളെ പോലും കൊന്നുകളയരുത്, കടിയുടുമ്പാണെന്നിൽ പോലും തീവച്ച് നശിപ്പിക്കരുത്, മാതാവിൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ ഛേ എന്ന് പോലും പറയരുത്. ഇങ്ങനെ 1000 ഉപദേശങ്ങൾ മാനവ സമൂഹത്തിനു വേണ്ടി മുത്തുനബി സമ്മാനിച്ചു. ശത്രുക്കളെ പോലും അവിടുന്ന് സ്നേഹിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിന് മാതൃകയാണ്. സ്നേഹം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. അസ്സലാമു അലൈക്കും.